ഹായ് ഫ്രണ്ട്സ്, ആർമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ്, നോർമൽ വെറൈറ്റീസ് ഡെൻഡ്രോബിയം സീഡ്ലിങ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. നമുക്ക് കുറച്ച് കളേഴ്സ്, ഏതാണ്ട് ഒരു 30ഓളം കളേഴ്സ് നമുക്കിപ്പോൾ സീഡ്ലിങ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് സൈസും കാര്യങ്ങളും എല്ലാം വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. എന്താ പറയുക, സീഡ്ലിംഗ് സൈസിൽ നല്ലൊരു പ്ലാന്റ് സൈസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു ഉഷാർ പ്ലാന്റ്സ് തന്നെയാണ്. ഇതിനകത്ത് വന്ന് സെറ്റായി. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാന്റ് സൈസ്, ഒരു അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് വരുന്ന ഇതാണ്. ചില പ്ലാന്റ്സ് നല്ല സൈസ് ഉണ്ടാകും, ചില പ്ലാന്റ്സ് കുറച്ച് സൈസ് കുറവായിരിക്കും. ഓരോന്നും ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് മാറ്റം വരും, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സീഡ്ലിങ്സ് വളർത്തി വലുതാക്കി ട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. നമുക്ക് ആദ്യമായിട്ടാണ് ഓർക്കിഡ് വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യമായിട്ടാണ് സീഡ്ലിങ്സ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ സീഡ്ലിങ്സ് വളർത്തുന്നതും പോട്ട് ചെയ്യുന്നതും എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക, ഞാനതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അത് നോക്കി മനസ്സിലാക്കി മാത്രം ഡെൻഡ്രോബിയം സെറ്റ് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ നമുക്കൊരു 6 മാസത്തിനുള്ളിൽ ഫ്ലവർ കിട്ടാവുന്ന ടൈപ്പിലുള്ള വെറൈറ്റീസും സൈസിലുമാണ് നമുക്ക് ഇപ്രാവശ്യം പ്ലാന്റ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 30 കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ലിസ്റ്റ് ഇതിനകത്തൂടെ കാണിച്ച് പോകുന്നുണ്ട്. അതിനകത്തൊരു കോഡുണ്ട്, ആ കോഡാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി, ഡീറ്റെയിൽസ് അയച്ചു തരാം. ഈ വീഡിയോയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും സൈസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ദയവായിട്ട് പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം വന്ന് മെസ്സേജ് ഇടുക. വെറുതെ വന്ന് കുറേ ഫോട്ടോസ് മേടിച്ച് പോയിട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ദയവായിട്ട് കേട്ട് മനസ്സിലാക്കി ആവശ്യമുള്ളവർ മാത്രം ദയവായിട്ട് മെസ്സേജ് ഇടുക കേട്ടോ. ഒരു എന്താ പറയുക, വെറുതെ വന്ന് മെസ്സേജും ചോദിച്ച് പ്ലാന്റിൻ്റെ ഫോട്ടോസും മേടിച്ച് എന്തിനാണ് വെറുതെ, ഞാനെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് നമുക്ക് ഇതേപോലെ ഫ്ലവർ ആകാറായുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നതിന് കാരണം ഇതിൽ ചില പ്ലാന്റ്സിലൊക്കെ നമുക്ക് ഇപ്പം തന്നെ അത് കണ്ടോ സ്പൈക്കൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സാണ്. പക്ഷേ ഇതൊന്നും വളരാൻ സത്യം പറഞ്ഞാൽ വളർത്താൻ പാടില്ല കേട്ടോ. വളർത്തി കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ആരോഗ്യം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വളർത്തിയെടുക്കരുത്, വളർത്താൻ വേണ്ടി നിങ്ങൾ എഫർട്ട് കൊടുക്കരുതെന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഒറ്റ ചെടിയാണ്, പക്ഷേ ഇത് വളർത്തിയെടുക്കുമ്പോൾ ഈ ഫ്ലവർ നമ്മൾ വളർത്താൻ വിട്ടാൽ ഈ ചെടിയുടെ എനർജി ഫുൾ ഈ ഫ്ലവറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ചെടി വളരുന്നതിന് പകരം ഫ്ലവറിലായിരിക്കും ഫുൾ എനർജിയും പൊയ്ക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ വളർത്താൻ വിട്ടാൽ ഇത് കട്ട് ചെയ്ത് കളയുക. പ്ലാന്റ് ഒന്ന് നല്ല ഉഷാറാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് വളർത്തുന്നവർ പ്ലാന്റ് ഉഷാറായതിന് ശേഷം മാത്രമേ അതിന് ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാവൂ. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത്, ഒരു പ്ലാന്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 120 രൂപയാണ്. മിനിമം പർച്ചേസ് 3 പ്ലാന്റെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഒരു പ്ലാന്റായിട്ട് അയച്ചു കൊടുക്കില്ല കേട്ടോ. മിനിമം 3 പ്ലാന്റാണ്. അതേസമയം 5 പ്ലാന്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് റേറ്റ് 110 രൂപ വെച്ചും, 10 പ്ലാന്റ് ആണെങ്കിൽ 110 രൂപ വെച്ചും, 20 പ്ലാന്റ് ആണെങ്കിൽ 99 രൂപ വെച്ചുമാണ് ഈ പ്ലാന്റിൻ്റെ ഈ സീഡ്ലിങ്സ് അല്ല, നമുക്കൊരു ഹാഫ് മെച്ചർ എന്നൊക്കെ പറയാം, ആ രീതിയിൽ വരുന്ന ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇപ്പോൾ പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന 2 വാട്സാപ്പ് നമ്പറുണ്ട്. ഈ 2 വാട്സാപ്പ് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നഴ്സറി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ മതിലകം പുതിയകാവ് എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നേരിട്ട് വന്നു വേണമെങ്കിലും പ്ലാന്റ്സ് സെലക്ട് ചെയ്യാം. അല്ലാതെ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്, DTDC വഴി, സ്പീഡ് പോസ്റ്റ് വഴി. പിന്നെ ഈ സീഡ്ലിങ്സ് വളർത്തിയെടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള നമ്മുടെ ജർമ്മൻ ബ്രാൻഡ് ഫെർട്ടിലൈസറും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ബാസ്ഫോളിയാറിൻ്റെ 1919, പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ 04037 എല്ലാം നമുക്ക് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലാന്റ്സ് മേടിക്കുന്നവർ അത് കഴിഞ്ഞ ശേഷം പ്ലാന്റ്സ് കൈ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക. പ്ലാന്റ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ മറ്റോ നിങ്ങൾക്ക് നമുക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് കൊറിയർ ഡാമേജോ വല്ലതും വരുവാണ്, നിങ്ങൾക്ക് റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ വേണം എന്നുണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ ഇല്ലാത്ത ഒരു കംപ്ലയിൻറ്റും സ്വീകരിക്കുന്നതല്ല. പ്ലാന്റ്സ് അത്രയ്ക്കും വീക്കാണ്, പിടിച്ച് കിട്ടില്ല എന്ന് ഉറപ്പായ കണ്ടീഷനിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്ലാന്റ്സിൻ്റെ ക്യാഷ് റീഫണ്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൂഫ് വേണം. പിന്നെ പ്ലാന്റ്സ് നമുക്ക് മനസ്സിലാവണം അത് രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു
വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ. ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ നോക്കുക. ഞങ്ങൾക്ക് വാച്ച് ടൈം കൂടാനൊന്നുമല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫുൾ കാണാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ദയവായിട്ട് ഫുൾ കണ്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.